ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആൾക്കാരും മോഡേൺ ശൈലിയുടെ പുറകെ പോകുമ്പോൾ പഴമയുടെ ഫീല് ഒട്ടും തന്നെ ചോരാതെ നിർമ്മിച്ച ഒരു മനോഹരമായ വീടിൻ്റെ കാഴ്ചകളാണ് പെർഫെക്റ്റ് ഹോംസിൻ്റെ ഈ എപ്പിസോഡ്. വെൽക്കം ടു പെർഫെക്റ്റ് ഹോംസ്. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി എന്ന സ്ഥലത്ത് ശ്രീകാന്ത് വിദ്യാ ദമ്പതികളുടെ വീടാണ് നീലാംബരി. 15 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ ഒരു ട്രഡീഷണൽ ശൈലിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് ഇത്. ഇവിടുത്തെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ മിനിമൽ ആയിട്ടാണ്. ഒരു ഗ്രേ ആൻഡ് ടെറാക്കോട്ട വരുന്ന ഒരു കോമ്പിനേഷനാണ് കോമ്പൗണ്ട് വാളിന് യൂസ് ചെയ്തിരിക്കുന്നത്. ടെറാക്കോട്ട ജാലീസ് ഒരു ഇൻസേർട്ട് വരുന്ന രീതിയിലാണ് കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എൻട്രൻസിൻ്റെ പടിപ്പുര ഡിസൈൻ തന്നെയാണ്. നമ്മുടെ പഴമ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പടിപ്പുര ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തെ ലാൻഡ്സ്കേപ്പ് കാഴ്ചകളിലേക്ക് പോകാം. പടിപ്പുരയിൽ നിന്ന് നമ്മളെ പൂമുഖത്തേക്ക് ലീഡ് ചെയ്യാനും വീടിൻ്റെ ചുറ്റിനും ലീഡ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോൺ പാത്ത് വേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂമുഖത്തിനും പടിപ്പുരയുടെ നടുക്കായിട്ട് ഒരു തുളസിത്തറയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെഹിക്കുലാർ എൻട്രിക്ക് ഈ ഭാഗത്തായിട്ട് ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ പ്ലസ് ട്രോപ്പിക്കൽ തീമിലാണ്. മെയിൻ ഹൈലൈറ്റിംഗ് എലിമെൻ്റ് ആയിട്ട് വരുന്നത് ഓട് വെച്ചിട്ടുള്ള സ്ലോപ്പിംഗ് റൂഫ് തന്നെയാണ്. പല ലെയേഴ്സിലായിട്ട് നിൽക്കുന്ന ഈ സ്ലോപ്പിംഗ് റൂഫ് തന്നെയാണ് ഈ ഒരു എലിവേഷനെ എസ്തെറ്റിക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പുറത്തെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു പൂമുഖം സ്പേസിലാണ്. സ്ലോപ്പിംഗ് റൂഫ് വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലോറിംഗ് തന്നെയാണ്. യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന അത്തംകുടി ടൈൽസാണ് ഇവിടുത്തെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു തിണ്ണ മോഡലിൽ സീറ്റിംഗ് സ്പേസസും ഇൻബിൽട്ട് ആയിട്ട് ഈ ഒരു സ്പേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ 4 പാളി വരുന്ന രീതിയിലുള്ള മെയിൻ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കസ്റ്റം ഡിസൈൻഡ് ആയിട്ടുള്ള ഹാൻഡിൽസും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. പോറോത്താൻ ബ്ലോക്സ് ആണ് ഈ വീട് നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോറോത്താൻ ബ്ലോക്സിൻ്റെ ബ്യൂട്ടി തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഒരു എസ്തെറ്റിക് എലിമെൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് തന്നെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ്. കോർട്ട്യാർഡും ഡൈനിങ് ഏരിയയും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്പൺ ലേഔട്ട് പ്ലാനിംഗ് ആണ് ഈ ഒരു കോമൺ ഏരിയാസിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻട്രൽ ഏരിയ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു ഹൈലൈറ്റിംഗ് എലിമെൻ്റ് ആയിട്ട് റെഡ് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ വരുന്ന അത്തംകുടി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫേർണിച്ചർ ലേഔട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡ് ആൻഡ് കെയിൻ വരുന്ന രീതിയിലുള്ള സോഫ സീറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കോർട്ട്യാർഡിനെ ഫേസ് ചെയ്ത് ഒരു സ്വിംഗ് സീറ്റിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോമൺ ഏരിയാസിലെ മെയിൻ ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. ഒരു ട്രഡീഷണൽ നടുമുറ്റം രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്നും പുറത്തെ വാട്ടർ ബോഡിയിലേക്ക് ഒരു ആക്സസും ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ടെക്സ്ചർ പെയിന്റ് ഫിനിഷിൽ വരുന്ന ആക്സെന്റ് വാളാണ്. ഒരു ബുദ്ധ സ്കൾപ്ചറും ഈ ഒരു വാളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടു സ്കൈ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
കോർട്ട്യാർഡിൽ നിന്നും നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു വാട്ടർ ബോഡി സ്പേസിലാണ്. ഇവിടെ ഒരു സ്റ്റോൺ പാത്വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോൺ പാത്വേ നമ്മളെ ലീഡ് ചെയ്യുന്നത് ഒരു പൂജാ സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ഫൗണ്ടൻ ഓൾസോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കെയിൻ ആൻഡ് വുഡിൻ്റെ കോമ്പിനേഷൻ വരുന്ന സീറ്റിംഗ് യൂണിറ്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കെയിൻ ആൻഡ് വുഡിൻ്റെ കോമ്പിനേഷൻ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചെയർസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്സെൻറ്റ് വാളിൽ ഒരു ട്രോപ്പിക്കൽ വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വാൾപേപ്പർ തന്നെയാണ് ഈ ഒരു സ്പേസിൻ്റെ എസ്തെറ്റിക്സിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. പുറത്തെ ലാൻഡ്സ്കേപ്പ് കാഴ്ചകളിലേക്കും ഈ ഒരു സ്പേസിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. ഫാമിലി ലിവിങ് സ്പേസിനോട് അഡ്ജസ്റ്റൻ്റായി നിൽക്കുന്ന ഒരു സ്റ്റഡി സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്റ്റഡി കം വർക്കിംഗ് പേർപ്പസിനാണ് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നത്. ഒരു എൽ ഷേപ്പ് സ്റ്റഡി യൂണിറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ സ്റ്റോറേജ് സ്പേസിന് ടോപ്പ് യൂണിറ്റിൽ ഗ്ലാസ് ഷട്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പുറത്തെ കാർ പോർച്ചിൽ നിന്ന് വീട്ടിനകത്തേക്കുള്ള ഒരു ആക്സസ് ഈ ഒരു സ്പേസ് വഴി കൊടുത്തിട്ടുണ്ട്. നീലാംബരി എന്ന ഈ വീടിൻ്റെ ഓണേഴ്സായ മിസ്റ്റർ ശ്രീകാന്ത്, മിസ്സസ് വിദ്യ, കുട്ടികളും അമ്മയുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ്. വീട് വെക്കണം എന്ന പ്ലാനായിട്ട് ആർക്കിടെക്റ്റിനെ ആദ്യം സമീപിച്ചപ്പോൾ എന്തായിരുന്നു ഒരു മെയിൻ റിക്വയർമെൻ്റ് ആയിട്ട് ഷെയർ ചെയ്തത്? നമ്മൾ വീട് വെക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലാദ്യം ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു ട്രഡീഷണൽ ടച്ച് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കണ്ടംപററി എലിമെൻറ്റ്സ് മാക്സിമം കുറയ്ക്കുക. ട്രഡീഷണൽ എലിമെൻറ്റ്സ്, പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ വെട്ടുകല്ല്, ഓട്, കുറച്ച് വാട്ടർ ബോഡി എന്ന് വെച്ചാൽ പഴയ ആ ഒരു കുളം, ആമ്പൽക്കുളം, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ്സ് ആയിട്ടായിരുന്നു നമ്മൾ വീട് വെക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നത്. ഞങ്ങൾക്കൊരു ട്രഡീഷണൽ വീട് വേണം എന്നുണ്ടായിരുന്നു. പണ്ടേ ഒരു ട്രഡീഷണൽ വീടാണ് ഇഷ്ടം. നടുമുറ്റമുള്ള വീട്, പിന്നെ ഒരു വാട്ടർ ബോഡി, അതിൽ കൂടെ നടന്ന് പൂജാമുറിയിൽ പോകണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മുടെ യൂഷ്വൽ വീടുകളല്ലാതെ വെട്ടുകല്ലിൻ്റെ വീടായിരുന്നു ആഗ്രഹം. ശരിക്കും വെട്ടുകല്ല്, സിമെൻറ്റ് ഉപയോഗിക്കാതെയുള്ള വീട്. പക്ഷേ വെട്ടുകല്ല് ഇവിടം വരെ എത്തിക്കാനുള്ള കോസ്റ്റും ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോഴാണ് പുറത്തും ബ്രിക്സ് എന്നുള്ള ചിന്തയിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ബ്രിക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീട്, ഒരു പഴയ ലുക്കുള്ള വീട്, ഓടിട്ട വീട് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. ആത്താങ്കുടി ടൈൽസും പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമാണ്. പണ്ടെങ്ങോ ചെട്ടിനാട് വീടുകളെപ്പറ്റി പത്രത്തിൽ വായിച്ചപ്പം വന്നൊരാഗ്രഹമാണ് ആത്താങ്കുടി ടൈൽസ് ഇട്ട വീട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ നിറച്ച് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളൊരു മുറ്റവും അകത്തളം ആയാലും നിറച്ച് ചെടികളും മരങ്ങളും ഉള്ള ഒരു വീട് വേണം എന്നുണ്ടായിരുന്നു. ഒരു പച്ചപ്പ് നിറഞ്ഞ വീട്. നമുക്കിപ്പോൾ എവിടെ പോയാലും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാൻ തോന്നണം. അതായിരുന്നു ഒരു കോൺസെപ്റ്റ്. പോരോത്തം ബ്ലോക്സ് ആണല്ലോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താമസിച്ച് തുടങ്ങിയപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഫീൽ ചെയ്തത്? ഓക്കെ, പുറത്തമ്മനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ പൈൽ ചെയ്ത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് ഇത് ഫില്ല് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും 2023 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ സമയത്താണ് ഈ ബ്രിക്ക് ബ്രിക്ക് ഫില്ല് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ആ സമയം നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ അത് കെട്ടി വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്ത മേസൺ വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ചൂട് കുറച്ച് കട്ട് ചെയ്യുന്ന പോലെ തോന്നി. എന്ന് വെച്ചാൽ നമുക്കിപ്പം വെളിയിലൊരു 35-36 ഡിഗ്രി ആണെങ്കിൽ അകത്തൊരു 31-32 ഡിഗ്രി ആ ഒരു രീതിയിൽ ആ ഒരു ഡിവൈസും കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ പറയുന്ന കേട്ട് ഇത് വാസ്തവമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം പിന്നെ ഇവർ പറയുന്നത് വൺ ഓഫ് ദ ക്വാളിറ്റി, അടുത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സൗണ്ട് ഇൻസുലേഷൻ പറയുന്നുണ്ട്, വെളിയിലോട്ട് അധികം പോകത്തില്ല എന്നുള്ളൊരിത്. പിന്നെ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ഭംഗി അതെല്ലാമാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് കെട്ടി അങ്ങ് പോവാം.
ഈ ബ്രിക്ക് ഫില്ല് ചെയ്യുന്ന കാരണം സ്ട്രക്ചർ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കെട്ടി അങ്ങ് പോവാം. എക്സിക്യൂഷൻ സൈഡ് നിങ്ങൾ തന്നെയാണല്ലോ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതെ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കുറച്ച് എലിമെൻറ്റ്സ് ഈ വീടിൻ്റെ അത് വരുന്നത്. ഈവൻ സിമെൻറ്റിൻ്റെ ബ്രാൻഡ് വരെ നമുക്ക് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് അത് തന്നെ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ച എക്സിക്യൂഷൻ നമ്മൾ തന്നെ അങ്ങ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതാക്കിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല പാടാണ്, കാരണം എല്ലാവരെയും സിങ്ക് ചെയ്തുകൊണ്ട് പോകണം. എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ വരുമ്പോഴേക്കും അവസാനത്തെ ഒരു 4-5 മാസം നല്ല പാടാണ്. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്തതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാൻ പറ്റി. ഞങ്ങൾ തന്നെ എല്ലാ സാധനങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് ഇപ്പോൾ ഒരു കതകിൻ്റെ കുറ്റി ഉൾപ്പെടെ ഞങ്ങൾ തന്നെ ഡയറക്റ്റ് പോയി സെലക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും പുറകെ ഓടിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇത്രയും വേറെ ആരും വീട് വയ്ക്കുന്നില്ല, ഇങ്ങനെ കിടന്ന് ഓടുന്നതാണ്. പക്ഷേ നമുക്കൊരു ഞങ്ങളുടെ ഒരു ഭയങ്കര ഡ്രീമായിരുന്നു അത്. അപ്പം ആ ഒരു ഡ്രീമിന് ഞങ്ങൾക്ക് അത്രയും എഫേർട്ട് എടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ അത്രയും ഞങ്ങൾക്കത് ഹാൻഡ് പിക്ക് ചെയ്ത് ഓരോ സാധനങ്ങളും എടുക്കാൻ പറ്റി. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും. ഇതിൻ്റെ അകത്ത് എന്ത് ഒരു കുഞ്ഞു കാര്യം ചോദിച്ചാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെപ്പറ്റി അറിയാം. കാരണം ഞങ്ങൾ അത്രയും അതിൻ്റെ പുറകെ ഓടിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഏതാണ്? എന്നെ സംബന്ധിച്ച് എനിക്കിതിൻ്റെ ഔട്ട്സൈഡ് എക്സ്റ്റീരിയറാണ് ഇഷ്ടം. എപ്പോഴും ആ നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും ചെടികളും പുല്ലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക, കളകളൊക്കെ വരുന്നുണ്ടോ നോക്കി പറിക്കുക. പിന്നെ ഓരോ ചെടിയുടെ എനിക്ക് കുറച്ചുകൂടെ ഗ്രീനറി ഇഷ്ടമുള്ള ആളാണ്. വീടിൻ്റെ അകത്ത് എല്ലാ സ്പേസും ഇഷ്ടമാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ പ്ലേസ് ഇല്ല. എനിക്ക് ഈ നടുമുറ്റം ഊഞ്ഞാലും ഒക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. അതുപോലെ ആ വാട്ടർ ബോഡി, മുകളിലൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്, അതും ഇഷ്ടമാണ്. പിന്നെ ഈ പൂമുഖം, പറഞ്ഞ പോലെ ചെടികൾ, ഇതെല്ലാം 1-2 കുറച്ചധികം ഫേവറേറ്റ് സ്പോട്ട്സ് ഉണ്ട്. ബേ വിൻഡോസ്, ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട്സ് ആണ്. പിള്ളേർക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു ഊഞ്ഞാലുള്ളതുകൊണ്ട് ഊഞ്ഞാലാണ് പിള്ളേരുടെ ഒരു ഫേവറേറ്റ് സ്ഥലം. എനിക്ക് സത്യം പറഞ്ഞാൽ പൂമുഖമാണ് ഏറ്റവും ഇഷ്ടം. അവിടെ ഇരിക്കാനും സന്ധ്യയ്ക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ടേ 2 വിളക്ക് വെക്കുന്നുണ്ട്. പൂജാമുറിയിൽ ശരിക്ക് ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കും, അതിൽ നിന്ന് പകർന്ന് സന്ധ്യാദീപം കൊണ്ടുവയ്ക്കും. പിന്നെ ഒരു ലക്ഷ്മി വിളക്ക് തുളസിത്തറയിൽ വയ്ക്കും. അപ്പം ആ സന്ധ്യയ്ക്ക് അവിടെ ഇരുന്ന് നാമം ജപിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വെളിയിലത്തെ ലൈറ്റും കൂടെ ഇട്ട് കഴിയുമ്പോൾ വളരെ നല്ല ഒരു അന്തരീക്ഷമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് നീലാംബരി. ഇനി ഞാൻ ബാക്കി വിശേഷങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മെയിൻ ഡോറിൽ നിന്ന് ഈ ഹൈലൈറ്റഡ് പാസേജ് വഴി നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിലാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ ബെഞ്ച് സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കെയിനും വുഡും ഉപയോഗിച്ചാണ് ഈ ഒരു ബെഞ്ച് സീറ്റിംഗ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആക്സെൻറ്റ് വാളിൽ മണ്ഡല ആർട്ട് വർക്ക് എൻഗ്രേവ് ചെയ്തിട്ടുള്ള സർക്കുലർ വുഡൻ ഡെക്കോസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നും ഔട്ട്ഡോർ പാറ്റിയോയിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഈ ഒരു വിൻഡോ കം ഡോർ, ഇത്രയും വലിയൊരു ഓപ്പണിംഗ് ഈ ഒരു സ്പേസിനെ നാച്ചുറലി ലിറ്റപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസിന് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന അത്തൻകുടി ടൈലാണ്. മുകളിലെ റീഡിംഗ് സ്പേസിൽ നിന്നും താഴേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു ഡബിൾ ഹൈറ്റ് വോള്യൂം ഈ സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ഒരു എക്സ്റ്റീരിയർ പാറ്റിയോ സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ എക്സ്പോസ്ഡ് ഫിനിഷസ് തന്നെയാണ് ഈ ഒരു സ്പേസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പുറത്തെ ലാൻഡ്സ്കേപ്പിലേക്കും അതുപോലെ വാട്ടർ ബോഡിയിലേക്കും നല്ലൊരു വ്യൂ ആണ് ഈ ഒരു സ്പേസിൽ നിന്നുള്ളത്. ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഈ ഒരു സ്പേസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കോഫി ടേബിളും കൂടെ 2 സീറ്റേഴ്സും ഈ ഒരു സ്പേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ എക്സ്പോസ്ഡ് ഫിനിഷസ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അതായത് പോറോത്തം ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫുൾ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ അതേ ഫിനിഷസ് ആണ് ഈ ഒരു സ്പേസിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഒരു വാം കളർ പാലറ്റ് ആണ് ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സിന് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ ഒരു മഞ്ഞയും റെഡും വരുന്ന ഒരു കോമ്പിനേഷനിൽ അത്തംകുടി ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ് ഒരു പഴമ തോന്നിക്കുന്ന രീതിയിൽ വുഡിൻ്റെ പോസ്റ്റർ ബെഡാണ് ബെഡിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് നോക്കുകയാണെങ്കിൽ ഒരു വുഡും ജൂട്ടിൻ്റെയും കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. പുറത്തെ ലാൻഡ്സ്കേപ്പ് കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബേ വിൻഡോ സീറ്റിങ്ങും ഈ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചൺ സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അലുമിനിയം യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് ബീച്ച് കോമ്പിനേഷനാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ പാലറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രൊഫൈൽ ഹാൻഡിൽസും ഷട്ടേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ട് വരുന്ന ആക്സസറീസ് എല്ലാം വരുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് തന്നെയാണിത്. ഗ്രീൻ ആൻഡ് ബീച്ച് കോമ്പിനേഷനിൽ വരുന്ന മൊറോക്കൻ ടൈൽസ് ആണ് ബാക്ക് സ്പ്ലാഷിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്ലാസ് വരുന്ന ഷട്ടേഴ്സും ഹുഡ് ആൻഡ് ഹൂപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ആർക്കിടെക്റ്റും ആർക്ക് ആർക്കിടെക്ചർ സ്റ്റുഡിയോൻ്റെ ഫൗണ്ടറുമായ ആർക്കിടെക്ട് രാഹുൽ കുമാറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹലോ, ഈ വീടിൻ്റെ ഡിസൈനിങ് ആൻഡ് പ്ലാനിങ് സ്റ്റേജിൽ എന്തായിരുന്നു ഒരു മെയിൻ ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ക്ലയൻറ്റ്സ് നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അവരുടെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് വീടിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ടായിരുന്നു. അത് കൂടുതലും ട്രഡീഷണൽ എലമെൻറ്റ്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ നടുമുറ്റം, ഒരു ആമ്പൽക്കുളം, പടിപ്പുര, സോപാനം, പൂമുഖം, അങ്ങനത്തെ ഒരുപാട് ട്രഡീഷണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഏത് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആയിരിക്കും ഈ വീടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ അപ്രോച്ച് എന്ന് പറയുന്നത് അതിനെ, അതായത് ആ ഒരു ഐഡിയാസിനെ നമുക്ക് എങ്ങനെ ട്രഡീഷണൽ ആർക്കിടെക്ചറിൻ്റെ ഫങ്ഷണൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അത്രയും കോസ്റ്റും ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കോമ്പാക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളതായിരുന്നു ഇനിഷ്യൽ ഐഡിയ. ഒരു 15 സെൻറ്റ് സ്ഥലമായിരുന്നു നമ്മുടെ പ്ലോട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3000 സ്ക്വയർ ഫീറ്റിന് താഴെ ഇത്രയും റിക്വയർമെൻറ്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീട് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് ഇൻറ്റൻഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് എലമെൻറ്റ്സ്, അതായത് ഈ പറയുന്ന ട്രഡീഷണൽ എലമെൻറ്റ്സ് എല്ലാം ചേർത്ത് കഴിയുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ട്രഡീഷണൽ വീടല്ലാതെ എങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാം എന്നായിരുന്നു നമ്മുടെ ഒരു അപ്രോച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ് രീതിയാണെങ്കിലും ഇപ്പോൾ സർക്കുലേഷൻ സ്പേസസ് കുറച്ചിട്ട് കോമ്പാക്റ്റ് ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു അപ്രോച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോർട്ട്യാർഡൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള നടുമുറ്റമല്ല, പ്രോപ്പറായിട്ട് നടുക്കിരിക്കുന്ന മുറ്റമല്ല, നമ്മളതിനെ സൈഡിലോട്ടാക്കി അവിടുന്ന് കണക്ട് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു പൂജ ഏരിയ, പിന്നെ അതുപോലെ തന്നെ ആ പൂജയിലോട്ട് പോകുന്ന വഴി ഒരു വാട്ടർ ബോഡി, പിന്നെ എല്ലാ റൂംസിൻ്റെ അകത്തും നമ്മൾ ഈ ട്രഡീഷണൽ ആർക്കിടെക്ചറിൽ കാണുന്ന പോലെ ചെറിയ വിൻഡോസും ലൈറ്റ് കടക്കാത്ത തരത്തിലുള്ളൊരു നോർമലി കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് വലിയ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്ത് എല്ലാ റൂമും നല്ലപോലെ വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ളൊരു രീതിക്കാണ് പ്ലാൻ ചെയ്തത്. ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോറത്തം ബ്രിക്കാണ്. അതായത് വീനർ ബർഗർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ HP ബ്ലോക്സ് ആണ് പോറത്തം.
മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും, അതായത് ഹീറ്റ് ഇൻസുലേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അതേസമയം ട്രഡീഷണൽ ആർക്കിടെക്ചർ വരുമ്പോൾ ഇതിൻ്റെ ഒരു ടെറാക്കോട്ട കളർ എന്ന് പറയുന്നത് കുറച്ച് എസ്തെറ്റിക്കലി ഇതുമായിട്ട് ബ്ലെൻഡായി പോകുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു എല്ലാം. അപ്പോൾ മെയിനായിട്ട് RCC ഫ്രെയിം സ്ട്രക്ചർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ടാണ് ഈ ഒരു പോറോത്തം ബ്രിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇൻറ്റീരിയർ ഡിസൈൻ വന്ന സമയത്ത് ഫുള്ളി എക്സ്പോസ്ഡ് ആവാതെ ചില ഏരിയാസിൽ ബാലൻസ് ചെയ്ത് നമ്മൾ ആ ഒരു പോറോത്തമും അതേസമയത്ത് അതിനെ പുട്ടി ഫിനിഷിൽ പല കളേഴ്സും ടെക്സ്ചേഴ്സും കൊടുത്തിട്ടുള്ള ഒരു രീതിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടോട്ടൽ റൂഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ 2 നിലയും RCC സ്ലാബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പഴയ ഓട് വാങ്ങിച്ച് ട്രസ് വർക്ക് ചെയ്താണ് ഏറ്റവും ടോപ്പിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കാരണം കുറച്ചും കൂടെ ഒരു ഹീറ്റ് കൺട്രോൾ ഇതിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പുറത്തു നിന്നൊരു 3 to 4 ഡിഗ്രി കുറവായിരിക്കും അകത്ത് വരുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഡേ ടൈമിൽ അധികം AC അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. പ്രോപ്പർലി കോട്ടിയാടും ക്രോസ് വെന്റിലേഷനും ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഈ വീട്ടിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ എന്തൊക്കെ ആശയങ്ങളാണ് കൊണ്ടുവന്നത്? മെയിനായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് ട്രഡീഷണൽ ആർക്കിടെക്ചറിൽ കൂടുതൽ കാണുന്ന വൈറ്റ് വുഡ് എലമെൻറ്റ് മാത്രമല്ലാതെ കുറച്ചും കൂടെ കളർ വെച്ച് എങ്ങനെ പ്ലേ ചെയ്യാം എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അത്തംകുടി എന്ന് പറഞ്ഞൊരു ടൈലിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്ലയൻറ്റ് താല്പര്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കളേഴ്സ് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ അത്തംകുടി ടൈൽസ്. അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ട് അത് കോംപ്ലിമെൻ്റ് ആയി പോകുന്ന രീതിയിലുള്ള നമ്മുടെ ബ്രിക്കിൻ്റെ എക്സ്പോസ്ഡ് ബ്രിക്കിൻ്റെ ഫിനിഷും അതായത് പോറോത്തമിൻ്റെ ഫിനിഷും വാൾപേപ്പേഴ്സ് ഒരു ഗ്രേ സിമെൻറ്റിഷ് ഒരു ഫിനിഷ് ആയിട്ടുള്ള പെയിൻറ്റ്, അപ്പോൾ അങ്ങനത്തെ കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ ട്രഡീഷണലി ബ്ലെൻഡ് ആവുന്ന തരത്തിലുള്ള ഒരു കളേഴ്സാണ് യൂസ് ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വീട് തന്നെയാണ് നീലാംബരി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡൈനിങ് ഏരിയയിൽ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ഷട്ടേഴ്സിൽ ഗ്ലാസ് വരുന്ന രീതിയിലും ബോട്ടം ഷട്ടേഴ്സിൽ കെയിൻ വരുന്ന ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ വേന്റെ ലാൻഡിങ്ങിന്റെ താഴെയായിട്ടാണ് കോമൺ വാഷ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൽ ഫുൾ ബോഡി ഗ്രീൻ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് റെയിലിൽ വുഡ് ആൻഡ് മെറ്റൽ റോഡ്സിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകളിലേക്ക് പോകാം. ലാൻഡിംഗ് ലെവലിൽ വലിയൊരു വിൻഡോ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഇന്റീരിയേഴ്സിനെ നാച്ചുറലി ലിറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത്തംകുടി ടൈൽസിൻ്റെയും അതുപോലെ പോറോത്തേമിൻ്റെയും ആ ഒരു വൈബ്രൻസ് തന്നെയാണ് ഈ റൂമിൻ്റെ എസ്തെറ്റിക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു ബെഡ് സ്പേസും അതിനോട് ചേർന്നൊരു സൈഡ് ടേബിളും പിന്നെ ഒരു ബുക്ക് ഷെൽഫും ഈ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കൂടിയുണ്ട്. അത് ഈ വിൻഡോ ആണ്. പുറത്തെ പാസേജ് വേയും അതുപോലെ എക്സ്റ്റീരിയറിലേക്ക് ഒരു വ്യൂവും കിട്ടുന്ന രീതിയിലാണ് ഈ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ റീഡിംഗ് സ്പേസ് ആണിത്. ഒരു ബുക്ക് ഷെൽഫും അതുപോലെ ഒരു സീറ്റിംഗ് സ്പേസും ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഡൈനിങ്ങിലേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് ഉള്ള ഒരു ഏരിയ ആണ് ഇത്. ഈ ഒരു സീറ്റിംഗ് ഏരിയ തന്നെ താഴത്തെ നടുമുറ്റത്തേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലും ആയിട്ട് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂമിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഇവിടെയും വളരെ മിനിമലായിട്ടാണ് ഇൻറ്റീരിയേഴ്സ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ വൈബ്രൻ്റായി നിൽക്കുന്നത് ഫ്ലോറിംഗ് തന്നെയാണ്. യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനിലെ അത്തൻകുടി ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ വിൻഡോ ഓപ്പണിംഗ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്തെ ലാൻഡ്സ്കേപ്പ് കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലും അതിനോട് ചേർന്ന് തന്നെ ഒരു ബേ വിൻഡോ സീറ്റിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീലാംബരി എന്ന ഈ മനോഹരമായ വീടിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മനോഹരമായ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.